ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്നലെ ഹൈറിച്ചിൻ്റെ പബ്ലിക് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. പബ്ലിക് സൂം മീറ്റിംഗ്, സത്യം, നിലപാട്, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയാൻ പറ്റുന്ന ഹൈറിച്ച് കേസിനെ കുറിച്ചുള്ള സത്യമായ നിലപാട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നിലപാട്, മുന്നോട്ടുള്ള വഴി. മറ്റേത് മുന്നോട്ടുള്ള നടപടിയാണ്, ഇത് മുന്നോട്ടുള്ള വഴിയാണ്. മുന്നോട്ടുള്ള വഴി എന്നിവയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള വളരെ ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ആൾക്കാർ 1000-ൽ കുറവ് മാത്രമാണ്. 16 ലക്ഷം ആൾക്കാരെയൊന്നും 16 ലക്ഷം, പണ്ടൊക്കെ 1,50,00,000 അതായിരുന്നു നല്ലത്. എന്തായാലും ഒരു കളവാണ്. 1,50,00,000 എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 1,50,00,000 ആൾക്കാരെയും കൂട്ടിയിട്ടേ നമ്മൾ രാജ്യം വിട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർമ്മയുണ്ടോ? അത് സൂപ്പറായത്. പിന്നെ അനിൽ അക്കരയോട്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കളക്കാൻ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭയങ്കര പ്രസിദ്ധമായ ഫേസ്ബുക്ക് ലൈവ്. അപ്പോൾ നമ്മുടെ അനീഷ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനീഷ് സാറുടെ ബന്ധുവാണ് അനീഷ് സാറെ ഈ ഒരു തട്ടിപ്പിൽ പെടുത്തിയത്. അതിനുശേഷം അനീഷ് സാറ് 9 പേരെ പറ്റിച്ചു. 9 പേരെ ഈ തട്ടിപ്പിലേക്ക് പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അനീഷ് സാറുടെ വാല്, നമ്മുടെ പറയല്ലേ, നമ്മൾ ഈ ഒരു എലിക്കണിയിൽ പെട്ട പോലെ വാല് അല്ല, നമ്മുടെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ, വേറെ മറ്റേ എക്സാമ്പിൾ പറയണോ? മറ്റേ കുരങ്ങൻ്റെ വാല് ആപ്പിൽ കുടുങ്ങിയ പോലെ, അതായിരിക്കും നല്ലത്. കുരങ്ങൻ്റെ വാല് ആപ്പിൽ കുടുങ്ങിയ പോലെയുള്ള അവസ്ഥയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീരശൂര പരാക്രമിയാണെന്നാണ് നമ്മുടെ വാരിക്കൊക്കെ പറയാറ്. ഓനോട് അധികം കളിക്കേണ്ട, ഓൻ വീരശൂര പരാക്രമിയാണ്. വളരെ സഭ്യമല്ലാത്ത രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള വോയിസും കാര്യങ്ങളൊക്കെ ചങ്ങായി അയക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും യുവത്വത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ അനീസ് സാറ്. അപ്പോൾ അനീസ് സാറ് ഈ തട്ടിപ്പിനെ കുറിച്ചൊക്കെ എന്നോട് വളരെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ പബ്ലിക്കാക്കുന്നത് ഒരു മാന്യതയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം 16 ലക്ഷത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ബന്ധപ്പെടുക പറയുന്നത് ശരിയല്ല. എന്തായാലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഒരു 10 മിനിറ്റോളം സംസാരിച്ചു. അപ്പോൾ ഇത് വളരെ എല്ലാവരും തെറ്റിദ്ധരിച്ചു എന്നാണ് അവരൊക്കെ പറയുന്നത്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് സൊസൈറ്റീനെയൊക്കെ നമ്മൾ ആദ്യമേ തെറ്റിദ്ധരിപ്പിച്ചല്ല, ശരിയായ ധാരണയുണ്ടായിരുന്നു. സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്. ഇവരുടെ ഓരോ മീറ്റിങ്ങുടെയും ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാരിക്ക എന്ന് പറയുന്നത് കുറച്ച് ലക്ഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എങ്കിൽ, ലക്ഷങ്ങളല്ല, അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു ക്രിപ്റ്റോയുടെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം അതിൽ ക്രിപ്റ്റോയുടെ പക്ഷേങ്കിൽ ഒരു അബദ്ധം അദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അതിൽ നിന്ന് കിട്ടിയ മുക്കാലും ഇതിൽ തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ED കേസിൽ നിന്ന് ഇയാൾ തൽക്കാലം ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ക്രിപ്റ്റോ വഴി ഉണ്ടാക്കിയിരുന്ന എല്ലാ പണവും അദ്ദേഹം ഈ ഹൈറിച്ചിൽ തന്നെ നിക്ഷേപിച്ച് അതിൽ 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സൊസൈറ്റി ഇപ്പോഴും വളരെ പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോസിറ്റീവ് പറയും, പക്ഷേങ്കിൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഈ തട്ടിപ്പിനെതിരായത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും നെഗറ്റീവായി വഹിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്മളത് കണ്ടെത്തും. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ പിന്നെയും കേസ്. അപ്പോൾ ഈ സൊസൈറ്റിക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും കേസ്, ഹൈക്കോടതിയിൽ 3 കേസാണ് ഇപ്പം സൊസൈറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ, പിന്നെ സൊസൈറ്റിയുടെ ബിനീഷ് സാറാണ് എല്ലാവിടെയും പോയിട്ട് പിന്നെ ഈ ജാമ്യം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ യാത്ര ചെയ്യാനും ഇയാൾ ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഊണും ഉറക്കമൊക്കെ ഒഴിവാക്കിയിരിക്കുന്ന ആളാണ്. അപ്പോൾ യാത്ര ചെയ്യാനെങ്കിലും ചിലവ് വരൂലേ? അപ്പോൾ ഈ ചിലവുകൾ, പിന്നെ ഈ 140 MLA കണ്ട ചിലവുകൾ, അപ്പോൾ ഇവന്മാർക്ക് പൂത്ത പണം കിട്ടിയിട്ടുണ്ട്. 16 ലക്ഷം ഇൻറ്റു പിന്നെ എന്താണ് 200, 16 ലക്ഷം ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,60,00,000 അപ്പോൾ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16 കോടിയായി. 16 കോടി ഇൻറ്റു 2, അപ്പോൾ 32 കോടിയെങ്കിലും പിരിഞ്ഞു കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റിയൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത്. പക്ഷേങ്കിൽ ഇപ്പോഴും 10,000 പോലും തികഞ്ഞില്ല എന്നാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹൈറിച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഓടി നടക്കുന്ന ചിലർ പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത് വെറും 10,000 പോലും ആൾക്കാരില്ലാത്ത, മെമ്പർഷിപ്പ് മുറിക്കാത്ത ആൾക്കാരുടെ ഒരു കൂട്ടം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
ബാക്കി ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല, ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പോൾ ഇവരുടെ മെയിൻ തള്ള് വീരൻ്റെ വീഡിയോ പോലും കാണുന്നത് 2000 താഴെ ആൾക്കാരാണ്. അത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ഹൈറിച്ചിലെ ആൾക്കാർ മാത്രമല്ല, പുറമേയുള്ള ആൾക്കാരും കാണും. ഇതെന്താ സംഭവം എന്ന് അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷനിൽ പോയിട്ട് പ്ലേ ഒക്കെ ആകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചുരുക്കം ഒരു 100-ൽ താഴെ കമൻറ്റുകളാണ് വരുന്നത്. നമ്മുടെ ശ്രീനേൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ വെറും 20,000-ൽ താഴെ ആൾക്കാരാണ് ശ്രീനയുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെ ഈ കേസ് പൂട്ടിക്കെട്ടി നടക്കുന്ന സമയത്ത് ആൾക്കാർ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആശ്രയിക്കുക ഇവരുടെ മുതലാളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോലും ഇത്ര കുറച്ച് ആൾക്കാർ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അതിലൊക്കെയുള്ള ഫോളോ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ചിലപ്പോൾ അതിലേക്ക് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ചുമായി യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കാം. അവരിടുന്ന ഫോട്ടോകളും മറ്റതൊക്കെ കണ്ടിട്ട് പിന്നെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടും വീഡിയോ കാണാൻ വേണ്ടിയിട്ടുമൊക്കെ പിന്നെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും ആളായിരിക്കാം. അപ്പോൾ ഈ വളരെ തെറ്റിദ്ധാരണ പടർന്നു നിൽക്കുന്ന ഈ സമയത്ത്, സൊസൈറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് അവർ ഇറങ്ങുകയാണ് ഇതിനെക്കുറിച്ചുള്ള സൂം മീറ്റിംഗ് എനിക്ക് തോന്നുന്നു 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവർ വീണ്ടും സൂം മീറ്റിങ്ങുമായിട്ട് വരുന്നത്. എന്നാൽ ആ 2 മാസം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ്. ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഒരു തേങ്ങയുമില്ല. ഇവർക്ക് പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ 10,000 പോലും വാങ്ങാൻ പിന്നെ ഉള്ള അനുമതി ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെയാണ് ചില ആൾക്കാർ 10,000-ന് 30,000 കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ, അങ്ങനെയുള്ളൊരു പ്ലാൻ പറഞ്ഞപ്പോൾ, 10,000-ന് 30,000 കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 ലക്ഷത്തിന് 30 ലക്ഷം കിട്ടുമല്ലോ, എന്നാൽ പിന്നെ നമ്മൾ 10 ലക്ഷം തന്നെ തരാം, അല്ലെങ്കിൽ 10 ലക്ഷം എൻ്റെ അടുക്ക് ഇപ്പോൾ റൊക്കമുണ്ട്, പിന്നെ നമ്മൾ വേണമെങ്കിൽ പറമ്പും മറ്റേതെല്ലാം വിറ്റ് കഴിഞ്ഞാൽ വേറെ ഒരു 50 ലക്ഷം കിട്ടും. അപ്പോൾ 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 3 ഇരട്ടി കിട്ടണ്ടേ. അപ്പോൾ 1,50,00,000 2 വർഷം കൊണ്ട് 1,50,00,000 കിട്ടും അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ അതിൽ പണം കൊണ്ടിട്ടിരിക്കുന്നത് മക്കളെ. അതൊക്കെ ചില ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബുദ്ധിമോശമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ നാട്ടിൽ പോലും ഇവരുടെ ഒന്നും സൂപ്പർ മാർക്കറ്റുകളില്ല. അവർ എവിടെയോ ആണ് സൂപ്പർ മാർക്കറ്റുകൾ. ആ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇവർ പോലും സാധനം വാങ്ങാറില്ല. അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ അമിതമായ ലാഭമാണ് ഇവർക്ക് പൂളിംഗ് എന്ന് പറഞ്ഞിട്ട് തള്ളിത്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, അതൊന്നും ബോധ്യപ്പെടാൻ ഇവർക്ക് പറ്റുന്നില്ലായിരുന്നില്ല. ഇവർ ലീഡർമാർ അവരുടെ പൈസക്ക് കാറെടുത്തതും മറ്റുള്ളവനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയുടെ കുന്തളിപ്പും അർമാദിക്കലും കണ്ട സമയത്ത് ഇവർ തന്നെ അതിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ചാടി വീഴുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ എല്ലാവർക്കും തന്നെ ഈ 2 മാസത്തിൻ്റെ ആ ഒരു കാലയളവിൽ ഇവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ അങ്ങനെയാണ് ഈ സൂം മീറ്റിങ്ങുകൾക്കും ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്നും ആൾ കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളൊക്കെ ആദ്യമേ പറഞ്ഞിരിക്കുകയാണ്, ലീഡർമാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കേസ് കൊടുത്ത് ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കേസ് നീട്ടി കൊണ്ടുപോയി ഇപ്പോൾ കമ്പനി തുറക്കണമെന്നുള്ള ലക്ഷ്യമല്ല ഇവരുടെ ഇപ്പോൾ ലക്ഷ്യം, അല്ലെങ്കിൽ കേസ് എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഓഫീസ് തുറന്നിട്ട് അതിൽ കമ്പ്യൂട്ടർ എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ കമ്പനി തുറന്ന് എല്ലാവർക്കും പണം കൊടുക്കാൻ എടുക്കുന്ന അതേ സമയം മാത്രമേ വേണ്ടൂ ഇവർക്ക് മറ്റ് കേസുകളും ഇതുപോലെ തന്നെ വാദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കമ്പനി തുറക്കണം എന്നുള്ള വാദം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വിളിക്കുന്ന ചീത്തവിളി മാത്രമായിരിക്കില്ല, ഇവരുടെ കൂടെ നടക്കുന്നവരും മെമ്പർഷിപ്പ് എടുത്ത എല്ലാവരും തന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ മെറിറ്റ് വാദിക്കേണ്ട എന്നുള്ള തീരുമാനം വെച്ചിട്ട് ഇവർ സെഷൻസ് കോടതിയിലെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കേൾക്കുന്ന ആരും തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. ആൾക്കാർ കടക്കണിയിലായി, അവർക്ക് 1 മാസത്തെ പലിശ പോലും അടക്കാൻ വകയില്ലാതെ നിന്നപ്പോൾ ഇവർ പറയുകയാണ് സെഷൻസ് കോടതിയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കമ്പനിയുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇത്രയും ആൾക്കാരുടെ ഡാറ്റ ശേഖരിച്ച് വെച്ചിട്ട് ആ ഡാറ്റയൊക്കെ കണ്ടവനൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം അങ്ങനെയാണോ? കണ്ടവനൊക്കെ എന്തെങ്കിലും ഒരു 1000 രൂപ കൊടുത്തിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് ഒരു
അഡ്രസ്സ് ഇല്ലാത്ത ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കളക്ടർ ഈ 16 ലക്ഷം കൊണ്ടല്ല, ഇത്രയും ആൾക്കാരുടെ എല്ലാ രേഖകളും ഇവർക്ക് കൈമാറും എന്നാണോ ഇവർ വിചാരിക്കുന്നത്? അതിനൊക്കെ ഇവിടെ നിയമമില്ലേ, നിയമ സംവിധാനങ്ങളില്ലേ അതൊക്കെ പരിശോധിക്കാൻ? ഇനി ആർക്കെങ്കിലും പണം കൊടുക്കണമെന്നാണെങ്കിൽ കൂടി ഇവർക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള, അതൊക്കെ പല വഴിക്കും കേസ് തിരിച്ചുവിടാനും ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കാനും വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്, വേറെ ഒന്നുമല്ല. ഇവർ പറയുന്നത്, ഇവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്, അല്ല സൊസൈറ്റിയാണ് എന്നാണ്. എത്ര ബാലിശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ആർക്ക് വേണമെങ്കിൽ പോലും ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു ഇന്ന ഉദ്ദേശത്തിനാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൈറിച്ചിലെ മെമ്പർമാരുടെ കലാകായിക മത്സരങ്ങളെ പരിപോഷിപ്പിക്കുക, ബ്ലഡ് ഡൊണേഷനെ പ്രോത്സാഹിപ്പിക്കുക, കലാപരിപാടികൾ, കസേരക്കളി, മറ്റുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ഇവർ പറയുകയാണ് അത് കേരള സർക്കാർ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം. ഇത് കേരള സർക്കാർ പിന്നെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ്, ഇവർക്ക് പിന്നെ സ്വന്തമായിട്ട് അത് ആക്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഏതൊരു സാധാരണ സൊസൈറ്റിയും ചെയ്യുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. ഇതിന് ഒരു സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് ആരാണ് ഉത്തരവാദി, നാഥനും നരിയും ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലൊന്നും കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കേരള സർക്കാരിന് ഉത്തരവാദിത്വമില്ല. നമ്മളൊരു പാൻ കാർഡ് എടുത്തിട്ടാകുമ്പോൾ നമ്മളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന രേഖയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തള്ളി മറിക്കാൻ പറ്റുമോ? ഒരു പാൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി തരുന്നതാണ്. അല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ വേറെ ഒരു മാവേലി സ്റ്റോറിൽ പോയിട്ട് നമ്മളൊരു 1 കിലോ പഞ്ചസാര വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കേരള സർക്കാരിൻ്റെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നുണ്ടോ? അതൊരു മാവേലി സ്റ്റോറാണ്. അത് ജനങ്ങൾക്ക് സാധാരണ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കുന്നു. അല്ലാതെ അതിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ആൾക്കാരെ പറ്റിക്കുക, വാക്കസർത്ത് നടത്തുക എന്നുള്ളത് വേറെ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇതിൽ ഇവരുടെ സൊസൈറ്റിയുടെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ആർക്കൊക്കെ പണം ഇനി കിട്ടാനുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാരെ ചേർത്ത് അവരൊക്കെ 800 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ ഐഡിയ അടിച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയവരാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴിയും. അപ്പോൾ ഇതെന്തായാലും നീണ്ടുപോയി. നമുക്ക് നമ്മുടെ ബാരിക്കയുടെയും ബിനീഷ് സാറിൻ്റെയും ഒക്കെ വാക്കുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ബൈ.